നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം. ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. രണ്ട് റെസിപ്പി ആയിട്ടാണ്. മലയാളികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് കപ്പയും അതുപോലെ തന്നെ ചിക്കൻ കറിയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കപ്പയും ചിക്കൻ കറിയും എന്താ ഇപ്പോൾ ഒരു പ്രത്യേകത? അപ്പോൾ എല്ലാവരും ഒരുപോലെ ഒന്നുമല്ല ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു പൊടിക്കപ്പ എന്നൊക്കെ പറയും. നമുക്ക് ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ഭയങ്കര ഇങ്ങനെ വെന്ത് ഉടഞ്ഞ പോലെയൊന്നുമല്ല. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഈ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി അരിഞ്ഞ് വഴറ്റിയെടുക്കുകയൊക്കെ വേണമല്ലോ. ഇതൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കപ്പയും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയും ഉണ്ടാക്കുന്നത്. നമ്മൾ ഏതാണ്ട് 1 കിലോളം കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് വെള്ളവും ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. ഇനി ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുക്കുന്നത്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളക് വേണം. 2 അത്യാവശ്യം എരിവുള്ള പച്ചമുളക് 2 എടുത്തു. അത് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില അതും കൂടെ ചേർക്കാം. പിന്നെ ഒരു 3 ചെറിയുള്ളി വേണം. അതുപോലെ തന്നെ 4 വെളുത്തുള്ളി. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇത്. അപ്പോൾ ഇത് ഒന്ന് ചതച്ചെടുത്തുണ്ട്. ഇതുപോലെ ആയി വന്നാൽ മതി. ഈ സമയം കൊണ്ട് കപ്പയും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. അതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പുണ്ടല്ലോ തേങ്ങയുടെ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് ജസ്റ്റ് കപ്പയൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. തവി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന ഇതുകൊണ്ടോ ജസ്റ്റ് ഒന്ന് ചതച്ചു കൊടുക്കാം. അപ്പോൾ കപ്പയും തേങ്ങയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് കിടക്കാം. നമ്മളൊരു 500 ഗ്രാം ഏതാണ്ട് 500 ഗ്രാമോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പച്ചമല്ലി പൊടിച്ചതാണ്, വറുത്തിട്ടൊന്നുമില്ല. പിന്നെ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് ഈ ഒരു പോലെ കുറച്ച് നേരിയതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇത് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 10-20 അല്ലി വെളുത്തുള്ളിയും നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇതുകൂടെ നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുളകൊക്കെ ചേർത്തത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ 2 എടുത്തിരിക്കുന്നത്. അതുകൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഞാൻ 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് അരിഞ്ഞിടാം. ഇനി ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ച് തന്നെ തിരുമുന്നതാണ് നല്ലത്. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, ചിക്കൻ തന്നെ വെള്ളം വന്നോളൂ. എന്നിട്ട് ഒരു വിസിൽ മാത്രം അടിച്ചിട്ട് ഓഫ് ചെയ്യാം. അപ്പം ചിക്കൻ ഒന്ന് വന്നിട്ടുണ്ട്. ഒരു വിസിലായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെന്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, പച്ചമല്ലി പൊടിച്ച, അത് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും കുക്കായിട്ട് വീണ്ടും ചേർക്കുമ്പോൾ
അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസം തന്നെയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ വെന്ത് വരണം. ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടില്ല, നമ്മളൊരു വിസിലാണല്ലോ അടിച്ചത്. അപ്പോൾ ഒന്നും കൂടെ ചിക്കൻ വേവണം, പിന്നെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരണം, ഉള്ളി കുറച്ചും കൂടെ ഒന്ന് വേവണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതാ ചിക്കൻ പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആ പാകത്തിന് ഗ്രേവി ആ ഒരു തിക്നെസ് ആയി വരണം. അത്രയും നേരം ഒന്ന് ചെറുതീയിലിട്ടിട്ട് എടുത്താൽ മതി. വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടെ കറിവേപ്പില കൂടുന്തോറും ടേസ്റ്റ് കൂടും. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഉള്ളിയൊന്നും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നൊന്നുമില്ല. അപ്പോൾ ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം കപ്പയിലേക്ക് ഇങ്ങനെ ചിക്കൻ്റെ കറിയൊക്കെ ഇട്ട് അത് രണ്ടും കൂടെ കൂട്ടിയോ കഴിക്കാന്ന് പറയുമ്പം പറയണ്ടല്ലോ. മലയാളികളെ എന്താ പറയുക, ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് കപ്പ എന്ന് പറഞ്ഞാൽ. പിന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. ഈ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ അത്രയും എളുപ്പമായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ സവാള വഴറ്റണം, എന്തൊക്കെ പണിയാണ്. ഇതിനങ്ങനത്തെ ഒരു പണിയില്ല. കുക്കറിൽ ഒന്ന് അടിച്ച് ഒന്ന് വറ്റിച്ചെടുക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കപ്പയും എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട. ഒന്ന് വെന്ത് വരുമ്പോൾ ഒന്ന് ഉടച്ചെടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.